മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ കടലിൽ മീൻ പിടിക്കാൻ പോയ ഒരു ബോട്ടിൽ കപ്പലിടിച്ചിട്ട് 2 പേര് ദാരുണമായിട്ട് മരണപ്പെട്ടൊരു വാർത്തയുണ്ടായിരുന്നു. ആ ഒരു ചരക്ക് കപ്പലിനെതിരെ ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് കേസെടുത്തിരിക്കുകയാണ്. ശരിക്കും അവർക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുക്കണം. കാരണം 2 വിലപ്പെട്ട ജീവനാണ് നഷ്ടപ്പെട്ടത്. എന്നിട്ട് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞ് ആ മയ്യത്ത് കബറടക്കി എന്നുള്ളതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഇനി വീഡിയോ കാണുന്ന ആളുകൾ കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. ഈ ബോട്ടിൽ കപ്പലിടിച്ചിട്ട് ആദ്യം ഈ സംഗതി എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഇവർ കഴിഞ്ഞ വെള്ളിയാഴ്ച മീൻ പിടിക്കാൻ പോയതാണ്. പൊന്നാനിയിൽ നിന്ന് അഴീക്കൽ സ്വദേശി കുറിയാമാക്കാനകത്ത് സലാം, അതേപോലെ പൊന്നാനി പള്ളിപ്പടി സ്വദേശി പീക്കിൻ്റെ ഗഫൂർ എന്നിവരടങ്ങുന്ന ഒരു 6 പേരടങ്ങുന്നൊരു സംഘം. അങ്ങനെ മീനൊക്കെ കിട്ടിയിട്ട് ഇവർ തിങ്കളാഴ്ച ഒരു പുലർച്ചെ ഒരു 10 മണി സമയത്ത്, അതായത് ഞായറാഴ്ച രാത്രി 10 മണി സമയത്താണ് ഇവരുടെ ഒരു കരയിൽ നിന്നൊരു 30 നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ വെച്ചിട്ട് ഇവിടുന്ന് ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിലേക്ക് ചരക്ക് കയറ്റി കൊണ്ടുവരുന്ന സാഗർ എന്ന പേരുള്ള ഒരു കപ്പൽ ഇടിച്ചത്. ഈ ഇടിയിൽ ഇവരുടെ ഈ ഇസ്ലാഹി എന്ന പേരുള്ള ഈ ബോട്ട് 2 കഷ്ണമായി. പൊന്നാനി സ്വദേശി നൈനാർ എന്നിവരുടെ ഒരു ഇസ്ലാഹ് എന്നൊരു ബോട്ടാണ് 2 കഷ്ണമായി മാറി. അതിലാണ് ഈ 2 പേരും, ഈ അഴീക്കൽ സ്വദേശിയായ കുറിയാമാക്കാനകത്ത് സലാമും പൊന്നാനി പള്ളിപ്പടി സ്വദേശി പീക്കിൻ്റെ ഗഫൂറും പെട്ടത്. ആ 2 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബാക്കി 4 പേരെ ഈ കപ്പലിലെ ജീവനക്കാർ തന്നെയാണ് രക്ഷപ്പെടുത്തിയത്. അങ്ങനെ ഒരു പുലർച്ചെ 1 മണിയോടെയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. ഉടൻ തന്നെ പൊന്നാനിയിൽ നിന്ന് രക്ഷാബോട്ടുകളും മത്സ്യത്തൊഴിലാളികളൊക്കെ പോയിട്ടാണ് ബാക്കിയുള്ള ആളുകളെ രക്ഷിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നത്. ഇവരെ ഈ കാണാതായ 2 പേരെ ഈ ബോട്ടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് പരിക്കുകളോടെ കിട്ടിയത്. ഇവർ 2 പേരുടെ മൃതദേഹം രാവിലെ തന്നെ ഒരു 9:30 പൊന്നാനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അതേപോലെ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടാണ് ഈ കൊടുത്തത്. ഈ കപ്പൽ പോകുന്ന വഴിയിലൂടെ അല്ല ശരിക്കും കപ്പൽ പോയത്. കപ്പലിൻ്റെ ദിശ തെറ്റിയിട്ട് കരയുടെ ഭാഗത്തു കൂടി പോയതാണ്, കരയ്ക്കൊരടുത്ത് ചേർന്ന ഭാഗത്തു കൂടി പോയതാണ് ഈ അപകട കാരണം. അതുകൊണ്ട് തന്നെ സാധാരണ കപ്പൽ ചാനലിലൂടെ ബോട്ടുകൾ സഞ്ചരിക്കലില്ല. ഈ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബം അനുഭവിക്കുന്ന ഒരു വേദന. 2 വിലപ്പെട്ട ജീവനാണ് നഷ്ടപ്പെട്ടത്, ഈ ഗഫൂറും സലീമും സലാമും. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ കുറ്റക്കാരായ ഈ കപ്പൽ ജീവനക്കാർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ഇത് കൊലക്കുറ്റത്തിൻ്റെ കേസാക്കി മാറ്റണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യം. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഒരു മരണപ്പെട്ട 2 പേർക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. രണ്ടുപേരെ കാണാം. സലീമ പോയ സലീം കൊള്ളിക്കലാണ് നമ്മളാളാണ് പോയിന് കൊള്ളിക്ക് നമുക്ക് കയറ്റാടാ നീന്തിന് খোলা সেধারে জামা সেটাই তো ছোট ছোট পড়ে আছে। അവർക്ക് ഏറ്റോളോടാ മരി ഒരു സോട്ടി അതാ മറ്റേത് back you
ഇങ്ങനെ আল্লাহ പ്രബന്ധം വെച്ച് നിൽക്കുമല്ലോ പോയി ഇതാ മുതല് അതിൽ കൂടി കിടക്കാണ് റോട്ടിന്റെ പകുതി ഉള്ളുണ്ട് കണ്ടത് ഇത് പകുതി ഉള്ളങ്ങോട്ട് മുട്ടിക്കണ്ട റോഡ് ഉണ്ടാണ് ওই দিতে মাছ হয়েছে মাছ ছোট ছোট করতে পারো না বড় ভিডিও করা বেকার বাড়াতে পারেনি নাকি ঢুকে গেছে ভিতরে যারা ওই জেগে জেগে ছিল হয়তো এটা কোনো মাছ ছিল সেটা মধ্যে ভিতরে ঢুকে গেছে তারপরে ভিতরে ঢুকে গেছে তো কিন্তু তোলা ঢুকে গেছে বুঝতে পারছো കേട്ടാണേ সরে যাও ওইদিকে সরে যাও একটু গিয়ে ভিডিওটা করো